സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ മാധവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയം സിദ്ധു ആണെങ്കിൽ തന്റെ തീരുമാനം ദേവികയോടും ശാരികയോടായിട്ട് തുറന്ന് പറയുകയാണ്. അതായത് നന്ദനെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അവൻ എന്റെ മകനാണെങ്കിലും അവന് നിയമം അനുവദിക്കുന്ന ആ ഒരു ശിക്ഷ കിട്ടണം. ഒരാളെ കൊന്നിട്ടുള്ള ഒരു ഒളിച്ചോടലും വേണ്ട എന്നൊക്കെ ദേവികയോടും ശാരികയോടായിട്ട് പറയുമ്പോൾ ദേവികയും പറയുന്നുണ്ട് തന്റെ തീരുമാനവും അത് തന്നെയാണെന്ന്. അങ്ങനെ ശാരിക പറയാണ് ഒരു കാരണവശാലും ഇപ്പൊ ഒന്നും അമ്മ അറിയരുതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് രാധിക സംസാരിക്കുന്നത്. അങ്ങനെ മാധവന്റെ അടുത്തേക്ക് സിദ്ധാർത്ഥം പോകുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു കാരണവശാലും നന്ദമോനെ കുറ്റപ്പെടുത്തരുത്. അതിൽ എന്റെ തെറ്റുണ്ട്. അവര് വഴക്കുണ്ടാക്കുന്നതിനിടയിൽ ഞാനാണ് കയറി ചെന്നത്. അബദ്ധവശാൽ മാത്രമാണ് ഇങ്ങനെ നന്ദമോൻ എന്നെ ചെയ്തതെന്നൊക്കെ. എന്തായാലും എന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ വളരെ വിഷമിക്കുന്നുണ്ടെന്നൊക്കെ സിദ്ധാർത്ഥനോട് മാധവൻ പറയുന്നു. നന്ദൻ ഇപ്പോൾ നല്ല വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതെന്ന് സിദ്ധാർത്ഥനാണെങ്കിൽ മാധവന് പുതിയൊരു പ്രതീക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ ഇസബലയും കെവിനും ചേർന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക്, അതായത് നന്ദന്റെ പുതിയ വീട്ടിലേക്ക് നന്ദനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഈ സമയം പ്രഭാവതിയാണ് അവർ ആദ്യം കാണുന്നത്. ആന്റി, ഞങ്ങൾ നന്ദനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ നന്ദനെ കാണാം, പക്ഷെ ഇപ്പൊ അവൻ ആകെ വിഷമത്തിലാണെന്ന് പറയുന്നു. ദേവികയുടെ അച്ഛനെ അടിച്ച ആ ഒരു സംഭവത്തിലാണോ അവൻ വിഷമിച്ചിരിക്കുന്നത്? അതൊന്നും പേടിക്കണ്ട, ദേവിക വരികയാണെങ്കിൽ ഞങ്ങളും അവനോടൊപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസബല്ല വലിയ ആള് കളിക്കുകയാണ്. അതുകൊണ്ടെന്നല്ല മോളെ, കൃഷിയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് ഇങ്ങനെ തുറന്നു പറയുകയാണ്. എന്ത് ഋഷിയുടെ കാര്യം വെച്ചിട്ടോ? അതിനെന്തിനാ അവൻ വിഷമിക്കുന്നത്? ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അത് ഋഷിയുടെ കാര്യം അവൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. മാധവന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ദേവിക ഇങ്ങോട്ട് വന്നപ്പോൾ ദേവികയോടും അവൻ സത്യങ്ങൾ പറഞ്ഞു. ദേവിക അവനെ ആശ്വസിപ്പിച്ചു. വളരെ പക്വതയോട് കൂടിയിട്ടാണ്, നന്ദനെ മനസ്സിലാക്കിയിട്ടാണ് ദേവിക സംസാരിച്ചത്. പിന്നെ അറിയേണ്ടവരെല്ലാവരും അറിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ഇസബല്ലയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ദേവികയും നന്ദനും വീണ്ടും അടുത്തുപോ എന്നുള്ള കാര്യം അവൾ തീർച്ചപ്പെടുത്തുകയാണ്. അങ്ങനെ കെവിനോട് ഇസബല്ലയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിന്റെയും അവസാനമായി കഴിഞ്ഞു. അങ്ങനെ നന്ദനെ കാണണമെന്ന് പറഞ്ഞ് ഇസബല്ലയും കെവിനും ചേർന്ന് നന്ദന്റെ റൂമിലേക്ക് പോവുകയാണ്. നന്ദൻ വിഷമിച്ചിരിക്കുമ്പോൾ അതൊന്നും കാര്യമാക്കാതെ ഇസബല്ല കയറി അങ്ങ് പോകുന്നുണ്ട്. നന്ദ, ഞങ്ങളെ എല്ലാവരെയും ചതിച്ചല്ലടാ എന്ന് ചോദിക്കുമ്പോ ഇസബല്ല എന്തൊക്കെയാ പറയുന്നത്? എന്താ പറയുന്നതെന്നോ? ഞങ്ങളാണല്ലോ നിന്റെ കൂടെ ഇത്രയും കാലം കൂട്ടുനിന്നത്. ഞങ്ങളെ നീ ചതിച്ചോ? എങ്ങനെ ചതിച്ചെന്ന്? ഒരിക്കലുമില്ല, നിങ്ങളെ ഒരു കാരണവശാലും ഞാൻ ചതിക്കില്ലെന്ന് പറയുമ്പോ പിന്നെ എന്തിനാടാ കൃഷിയെ കൊന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? അത് പിന്നെ ഞാൻ മാത്രമാണ് അതിൽ പ്രതി. അതിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും കാണിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞ് ഇസബല്ലയാണെങ്കിൽ വീണ്ടും നന്ദനോട് പൊട്ടിത്തെറിക്കുകയാണ്. ഇസബല്ലയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ചതി ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയും കെവിനും നേരെ പോകുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ്. പിന്നീട് ഇസബല്ല സംസാരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ്. അങ്ങനെ പ്രഭാവതിയോട് ഇസബല്ല പറയുന്നുണ്ട്, പിന്നെ കാര്യമെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങളുടെ പേര് ഈ കേസിൽ വന്നാൽ ഇസബല്ലയുടെയും കെവിന്റെയും മറ്റൊരു മുഖം ആന്റിയും മോനും കാണേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ കാണിച്ചു കൊടുക്കാതെ വേണം കാര്യം. അങ്ങനെ പ്രഭാവതിയും വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് രജനിയാണെങ്കിൽ അനാവശ്യമായി തന്നെ ദേവിയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഗിരി പറയുന്നുണ്ട്, നിന്റെ അനിയന്റെ ഭാഗത്താണ് തെറ്റ്. എനിക്ക് പിന്നെ അവളോട് ചെന്ന് കേസ് കൊടുക്കാൻ പറയാന്നൊക്കെ പറഞ്ഞ് രജനി പൊട്ടിത്തെറിക്കുമ്പോ, അതെ, ദേവിക കേസ് കൊടുത്തില്ലെങ്കിലും നിന്റെ അനിയൻ എന്തായാലും അകത്താകും. എന്റെ അനിയൻ എന്തിനാ അകത്താവുന്നേ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രജനി വീണ്ടും ദേഷ്യപ്പെടുന്നു. അവൻ എന്താ തെറ്റ് ചെയ്തെന്നോ? ഒരു കൊലപാതകം. ഇത് കേട്ട് രജനിയാണെങ്കിൽ ആകെ ഷോക്കാവാണ്. എന്ത് കൊലപാതകമോ? അതെ, അവനെ ഒരാളെ കൊന്നു. പേരറിയണ്ടേ? ഋഷി. ഇത് കേൾക്കുമ്പോ തന്നെ രജനിക്ക് ആകെ വല്ലാതെ ആവുന്നുണ്ട്. എന്തൊക്കെയായി പറയുന്നത്? എന്താ ഇനി അത് ദേവികയാണ് ചെയ്തെന്ന് നിനക്ക് വരുത്തി തീർക്കണോ? അങ്ങനെ രജനിയും ഒടുവിൽ ആ സത്യം തിരിച്ചറിയുകയാണ്. ദേവികയാണെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ ഇസബല്ലയാണെങ്കിൽ ഒട്ടും വെറുതെ ഇരിക്കുന്നില്ല. ദേവികയെയും അവൾ വെറുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായി.